ഹലോ ഹലോ ഹലോ. ഹലോ. ഞാൻ ഞാൻ ശ്രീദേവിയാണ്. ശ്രീദേവി ദേവിയാണോ? മേനോൻ സാറല്ലേ? മേനോൻ സാറോ? അങ്ങനെയല്ലോ ദേവി എന്നെ വിളിക്കാറ്. ഇപ്പൊ എന്താ പുതിയൊരു പരിഷ്കാരം? ഞാൻ അത് പെട്ടെന്ന്. സത്യം പറഞ്ഞ ഞാൻ പലവട്ടം അങ്ങോട്ട് വിളിക്കാൻ ഒരുങ്ങിയതാ. പിന്നെ ഞാൻ വിചാരിച്ചു ദേവിക്ക് ചിലപ്പോ എന്നോട് വിരോധം ഉണ്ടോന്ന്. എനിക്കെന്ത് വിരോധം? അല്ല, ഒന്നും അറിഞ്ഞോണ്ടല്ല എന്ന് ദേവിക്കറിയാലോ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല കേട്ടോ. ഹാവൂ, അത് കേൾക്കുമ്പോ ശരിക്കും വല്ലാത്ത മനസമാധാനമുണ്ട്. പിന്നെ അന്ന് കല്യാണ വീട്ടിൽ വെച്ച് ദേവി എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കിയല്ലോ. അത്ഭുതം തോന്നിപ്പോയി. പിന്നെ ആ പാട്ടൂടെ കേട്ടപ്പോഴത്തേക്ക് പഴയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ തിരമാല പോലെ ഇങ്ങനെ ഏത് പഴയ കാര്യങ്ങള്? പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എല്ലാം ഓർക്കാനുള്ളതല്ലേ. പക്ഷെ ആദ്യം ഓർമ്മ വന്നത് അന്ന് ഞാൻ എഴുതി തന്ന ആ കവിതയില്ലേ, മനസ്സിലായ? പിന്നെ ആ കവിതയല്ലേ? ഞാൻ വിചാരിച്ചു ദേവി ഒക്കെ മറന്നിട്ടുണ്ടാവുന്ന്. എങ്ങനെ മറക്കാനാ? അതിന്റെ ഹൃദയത്തിലല്ലേ എഴുതിയത്. സന്തോഷായി. ഇനി അതൊന്ന് മോളിയും കൂടെ കേട്ടാൽ കിച്ചേട്ടന് വലിയ സന്തോഷായി. ഒന്നും മോളില്ലേ? അയ്യോ അതല്ല, ആരോ വരുന്നു. ഞാൻ വെക്കുക. അല്ല, കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ ഒരു കുറിയൻ ഹലോ 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 ഹലോ, ആരാത്? ദേവിയല്ലേ? ആരാ സംസാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയണോ, കിച്ചുവേട്ടൻ എന്ന് പറയണോ, എങ്ങനെയാ? എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്താ പറയാ? എന്നോട് പിണക്കുണ്ടാവൂലേ? പിണക്കോ? എനിക്കോ? ഞാൻ എന്തിനാ പിണങ്ങുന്നത്? ഒന്നും അറിഞ്ഞോണ്ടല്ലാന്ന് ദേവിക്കറിയാലോ. അന്ന് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അത്ഭുതം തോന്നി. ആ പാട്ടുകൂടി കേട്ടപ്പോ പഴയ കാര്യങ്ങളെല്ലാം തിരമാല പോലെ ഇങ്ങനെ മനസ്സിലേക്ക്. അല്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഹാവൂ, ഇപ്പൊ വിളിക്കാൻ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പഴയ പുസ്തകങ്ങളൊക്കെ തപ്പിയപ്പോ നമ്മുടെ ആ കവിത കിട്ടി. ഓർമ്മയുണ്ടോ? വർഷം എത്ര കഴിഞ്ഞിട്ടും അത് മനസ്സിലിങ്ങനെ കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം, നീ അഞ്ജന,
ടീച്ചറും അച്ഛനും തമ്മില് നമ്മൾ കരുതിയ പോലെ അത്ര നിസ്സാര ബന്ധമല്ല. അതിനും അപ്പുറത്ത് ആഴമുള്ള ഒരു അപൂർവ ബന്ധമാവാം അവരുടേത്. അല്ലെങ്കിൽ ടീച്ചർ എന്തിനിങ്ങനെ കുട്ടികളെ പോലെ കരയണം? ഫോണിലൂടെ വന്നു തൊട്ട ആ കണ്ണീര് എന്നെ ചുട്ടു പൊള്ളിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ പവി? ഇത്രയേറെ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്ന അവര് തമ്മില് എങ്ങനെ പിരിഞ്ഞു എന്നറിയണം. അച്ഛനും ഇപ്പൊ ടീച്ചറെ പോലെ ആ പഴയ സ്നേഹം തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടോന്ന് കൂടി അറിയണം. പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. പവി എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചറുടെ കണ്ണുനീരില്ലേ, അത് കണ്ണുനീരല്ല, ഒരു പുഴയാ. അച്ഛനോടുള്ള സ്നേഹത്തിന്റെ വറ്റാത്ത പുഴ. അത് നമ്മൾ കണ്ടിട്ടും കാണാതിരിക്കുന്നത് പാപാ. നീ അങ്ങനെ ചുമ്മാതൊന്നും എന്റെ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് എനിക്കറിയാം. ഉരുണ്ട് കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്ന മുഖവുര വേണ്ട. ആ, നാരായണേട്ടൻ കഴിഞ്ഞ് 25 കൊല്ലമായി ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം നടത്താനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നീ എന്റെ കല്യാണം നടത്താൻ പോവാ? അതെ. നീ നിന്റെ ചേട്ടന്റെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുത്തോ? അച്ഛൻ കൂടെ ഉള്ളപ്പോ എന്തിനാ അച്ഛേട്ടൻ? ഓ, അപ്പൊ അച്ഛനും തുടങ്ങിയോ ബ്രോക്കർ പണി? ശ്രമിച്ചു കഴിഞ്ഞ ഒരു ബ്രോക്കറാക്കാം, പക്ഷെ ഇപ്പൊ പിടിക്കണം. ആത്മാർത്ഥതയുള്ള കൂട്ടുകാരനത്രേ. സിംഗപ്പൂര് 20 വർഷത്തോളം ഒരേ പാത്രത്തിൽ കിടന്നുറങ്ങി ഒരേ പായിൽ ഊണ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് അങ്ങനെയല്ലല്ലോ, ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായിൽ കിടന്നുറങ്ങിന്നല്ലേ. തിരുത്താനൊന്നും നേരമില്ല. സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാലേ കിളി പോലെ ഒരു കുട്ടി കയ്യിലിരുന്നിട്ട് മിണ്ടിയോ കൂട്ടുകാരൻ? ഏത് കുട്ടി? കേട്ടാ ഞെട്ടരുത്. ഓ, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ പിടിപ്പിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ തെളിയിച്ച് പറ. നമ്മുടെ അഞ്ജനയുടെ ടീച്ചർ പ്രൊഫസർ ശ്രീദേവി. ആ പാട്ടുകാരിയാ? അതെ. അപ്പൊ നീയല്ലേ പറഞ്ഞത് കല്യാണക്കാര്യം പറഞ്ഞ ആ പാട്ടുകാരി ചെരിപ്പൂരി അടിക്കുന്നു? അതന്ന്. അപ്പൊ ഇപ്പൊ മാറ്റം വന്നണ്ട? ഇപ്പോഴാണ് എനിക്ക് നാരായണേട്ടന്റെ ഫീലിങ്സ് മനസ്സിലായത്. അച്ഛനോട് ചെന്ന് നാരായണേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പ കല്യാണം. അതെങ്ങനെ? പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയും അച്ഛനും ഒരേ നാട്ടുകാരാ. അവര് തിക് ഫ്രണ്ട്സാ. അച്ഛനൊരു വാക്ക് പറഞ്ഞാ പിന്നെ ഈ കുട്ടിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. നാരായണേട്ടന്റെ ഇക്കണ്ട സ്വത്തുക്കളൊക്കെ നോക്കിയാൽ തന്നെ ഒരാള് വേണ്ടേ? ഇക്കണ്ട സ്വത്തൊക്കെ നോക്കി നടത്താൻ ഞാൻ തന്നെ മതി. എനിക്ക് വേണ്ടത് മറ്റതാ. ഏത്? കല്യാണം. അതിന് നാരായണേട്ടൻ ഉത്സാഹിക്കണ്ടേ? ഞാൻ ഉത്സാഹിക്കാണ്ടാണോ? എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം ചെല്ല്. അച്ഛനിപ്പോ അവിടെ ഒറ്റയ്ക്കാ. പിന്നെ ഞാനാണ് ഇതിന്റെ പുറകിലെന്നുള്ള കാര്യം അച്ഛൻ അറിയരുത്. എന്റെ മോനെ, നിനക്ക് ഞാനിപ്പോ എന്താ തരുക? എനിക്കൊന്നും തരണ്ട, ഒന്ന് വേഗം ചെല്ലു. മോനെ പവി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി. വടക്കൻ വീരകഥ സിനിമ എത്ര പ്രാവശ്യം കണ്ടു? 3 പ്രാവശ്യം. ഒന്ന് വേഗം ചെല്ലേ. ദേവി ശ്രീദേവി തേടി ഓ, നല്ല കാലം വന്നപ്പോ നട്ടെല്ലൊന്നും ഇവരണില്ല. എണീക്കടോ. അല്ല, ഈ രാത്രി തന്നെ വേണമെന്നില്ല, നേരം വെളുത്തിട്ടായാലും മതി. ഞാൻ സ്കൂട്ടറും കൊണ്ടുവരാം. എണീക്കടോ. പിന്നെ എണീക്കാൻ. അതാരാണെന്ന് എനിക്കറിയാവോ? ടീച്ചർ ശ്രീദേവി. അത് നിങ്ങൾക്ക് ടീച്ചറും ശ്രീദേവിയൊക്കെ. എനിക്ക് അവൾ എന്റെ ദേവിയാ, ദേവി. ഒരേ നാട്ടിൽ ജനിച്ചു, അടുത്തടുത്ത വീടുകളില് ഒന്നിച്ച് കളിച്ചു വളർന്നു, പഠിച്ചത് ഒരേ സ്കൂളില് ഒരേ കോളേജില്. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാ ഞങ്ങള്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ. എത്ര ജന്മം കഴിഞ്ഞാലും അവളെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും തനിക്ക് അവകാശമില്ല. മനസ്സിലായ? അല്ല മെന്നെ, ഒരേ നാട്ടുകാരാണ്, പരിചയക്കാരാണ് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. അറിയില്ല, തനിക്കെന്നല്ല ആർക്കും അറിയില്ല. സമ്പത്തും തറവാടുത്തും വെച്ച് നോക്കുമ്പോ അവളുടെ മുമ്പ് ഞാൻ ഒന്നുമല്ലായിരുന്നു. ദേവിയുടെ ആങ്ങളമാര് അവക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ദേവി പറഞ്ഞു, ഞാൻ വരാൻ കിച്ചേട്ടാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്തൊക്കെയോ വാരിപ്പെറുക്കി കല്യാണത്തിലെന്ന് പാതിരാത്രി ഞങ്ങൾ ഇറങ്ങി. പക്ഷേ പുഴ കിടക്കുമ്പോ അവര് പിടിച്ചു. എന്നെ തല്ലിച്ചതച്ച് ചത്തൂന്ന് പറഞ്ഞ് കായലിന്റെ വരമ്പത്ത് വിട്ടിട്ടു. എഴഞ്ഞു വലിഞ്ഞ് എവിടേക്കോ പോയി. അവസാനം സിംഗപ്പൂര് വന്നടിച്ചു. ആങ്ങളമാരുടെ കയ്യൂക്കിന് മുമ്പിൽ വഴങ്ങി ഇഷ്ടമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനാണല്ലോ അവളുടെ വിധി. അങ്ങനെ മനസ്താപപ്പെട്ട് എന്റെ പ്രാരാബ്ധങ്ങളെയും കെട്ടിപ്പിടിച്ച് ഞാൻ വേറൊരു ജീവിതത്തിലേക്ക് പോയി. ദേവി കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും തനിച്ചാണെന്ന് അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് പവി പറയുമ്പോഴാടോ ഞാൻ അറിയുന്നേ. അന്നു മുതൽ എന്റെ സമനില തെറ്റി. ദേവിയെ പിന്നെ കണ്ടപ്പോ ഞാൻ പണ്ടത്തെ 20 വയസ്സുകാരനായി, ഈ പ്രായത്തിലും ഒരു കോമാളിയായി. എന്നാലും ഒന്നെനിക്ക് ഉറപ്പാ, ദേവി കാത്തിരുന്നത് അവളുടെ കിച്ചേട്ടന് വേണ്ടിയാ.
പക്ഷെ കണ്ടപ്പോഴോ അയാൾക്ക് കുടുംബമായി, വലിയ കുട്ടികളായി. കഷ്ടമല്ലേ അവളുടെ കാര്യം? എന്നും ഒറ്റയ്ക്ക്. ഞാനാടോ, ഞാൻ ഒറ്റ ഒരുത്തൻ കാരണമാടോ അവക്കൊരു ജീവിതമില്ലാതായി പോയത്. എന്നാ ജ്യോതി ഹസ്ബൻഡ് എത്തുന്നത്? മറ്റന്നാൾ. ആ, വീട്ടിലെ റിസപ്ഷനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. പക്ഷെ ടീച്ചറെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം അഞ്ജന ഏൽക്കണം. ഞാനത് ചെയ്തിരിക്കും പവി. ബാക്കിയെല്ലാം ഞാൻ അപ്പൊ പറയാം. വേണ്ട, ഒന്നും പറയാതെ തന്നെ പവിയുടെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി പവി. പവിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. ആ, എന്തായാലും എല്ലാം നേരത്തെ വേണം. ഡാഡിയുടെ കോൾ ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്നാണ് സൂചന. അതിനു മുമ്പേ പവിയുടെ പ്ലാൻ നടക്കണം. ആ സന്തോഷം എനിക്ക് കൂടി ഒന്ന് കാണാലോ. എന്റെ വലിയൊരു ആഗ്രഹം അത്. അപ്പോ അഞ്ജന തിരിച്ചു വന്നതിനെ തീരുമാനിച്ചു അല്ലേ? അല്ലാതെ പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? അഞ്ജന എന്താ? ഏയ്, ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വിരുന്നിന് പോക്കാ. കഴിച്ചു കഴിച്ചു വയ്യാണ്ടായി. ഫോർമാലിറ്റി അല്ല കേട്ടോ, ഇത്രയും സ്വാദായിട്ട് ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? അതിരിക്കട്ടെ, ആദ്യ പ്രിപ്പറേഷൻ വേറെ ആരാ? ഞാനും മേനോൻ സാറും. തീർന്നില്ല. നിങ്ങൾക്കുള്ള ശിക്ഷ ഇനിയുണ്ട്. ഡെസേർട്ട് പവിയുടെ സ്വന്തം പ്രിപ്പറേഷനാ. ധൈര്യമുള്ള ആർക്കും റിസ്ക് എടുക്കാം. പേടിക്കണ്ട, 1 മണിക്കൂർ മുമ്പ് അഞ്ജനക്ക് കൊടുത്ത് പരീക്ഷിച്ച സാധനം അത്. കണ്ടില്ലേ പയറ് പോലെ നടക്കുന്നത്? ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓ, ഈ മധുരത്തിന്റെ കൂടെ ഇത്തിരി അതിമധുരം കൂടി ആയാലോ? എന്ന് വെച്ചാ ഒരു പാട്ടാവാന്ന്. അതിനാരാ പാടുക? അതെന്തൊരു ചോദ്യം അത്? ദാ ഇരിക്കല്ലേ. ടീച്ചർ പ്ലീസ്. വേണ്ട കുട്ടി, ഞാനിപ്പോ പാടിയ ശരിയാവില്ല. ടീച്ചർ പാടിയില്ലെങ്കിൽ സംഗതി കുഴപ്പാവും. ഞാൻ കേറി പാടുവേ. അയ്യോ വേണ്ട ടീച്ചർ, വേഗം തുടങ്ങിക്കോ. വേണ്ട കുട്ടി. എങ്കിൽ ഞാൻ പാടും. എങ്കിൽ അരക്കൈ നോക്ക് പവി, എത്ര ബോറാവെന്ന് നമുക്കൊന്നറിയാലോ. എങ്കിൽ ശരി, പാടിക്കളയാം. അസലായി. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് മൂഡ്. ഒരുപാട് വർഷം പുറകോട്ട് പോയ പോലെ. ഇനി ഞങ്ങൾ ഇരിക്കണില്ല. ഇപ്പൊ പുറപ്പെട്ടാലേ വെളുപ്പിനങ്ങ് എത്തൂ. രാവിലെ ജോയിൻ ചെയ്യാനുള്ളതാ. വല്ലപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. വല്ലപ്പോഴും അല്ല, ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ കയറും. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ. തൃക്കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചോളമ്പി തരണം. ശരി. ശരി. കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ ലീവാണേ. അയ്യോ, ഒരുപാട് വർക്കായി പെൻഡിങ്ങില്. വർക്കിൽ മാത്രം ശ്രദ്ധിച്ചാ പോരാ, ഇനിയിപ്പോ വൈഫൊക്കെ ആയി. പാട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ? പഴയ കാര്യങ്ങളും ഒക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാനോ? അതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിയത് ഞാനല്ലല്ലോ. ആണല്ലോ. ദേവി എന്നെ ഫോൺ വിളിച്ചപ്പോഴാണല്ലോ. ഞാനോ? എന്നെയല്ലേ വിളിച്ചത്? അല്ല, ദേവി അച്ഛാ, എന്നെ. അതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. പ്രതികള് ഇവിടെ ഹാജരുണ്ട്. അച്ഛന്റെയും ടീച്ചറുടെയും പേര് പറഞ്ഞ് നിങ്ങളെ വിളിച്ചത് ഞങ്ങളാ. ഞങ്ങൾ ചെയ്തത് ഓർക്കാൻ പറ്റാത്ത പാപമാണ്, തെറ്റാണ്, സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നിങ്ങളിപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാതെ സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ അറിഞ്ഞു. ഇനി ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ സ്നേഹം അത് സത്യമാണ്. ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ ഒന്നിക്കണം. അഞ്ജു, നീ വരുന്നുണ്ടോ? ടീച്ചർ, ഇനിയും സത്യത്തിൽ നിന്ന് ഒളിച്ചോടരുത്. ആകാമായിരുന്നിട്ടും ടീച്ചർ എന്താ മറ്റൊരാളെ ഇതുവരെയും സ്വന്തം ജീവിതത്തിൽ ക്ഷണിക്കാതിരുന്നത്? ടീച്ചറുടെ ആത്മാവിൽ അന്നും ഇന്നും ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് ഒരാളേ ഉള്ളൂ, ഒരാൾ മാത്രം.
എന്റെ അച്ഛൻ. പവി, അല്ലെങ്കിൽ ദാ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ടീച്ചർ എന്റെ അച്ഛനെ ശപിച്ചിരിക്കണം. ടീച്ചർക്ക് പറയാൻ പറ്റുമോ എന്റെ അച്ഛനെ ശപിച്ചിട്ടുണ്ടെന്ന്, വെറുത്തുണ്ടെന്ന്? പറയാൻ പറ്റില്ല ടീച്ചർ, പറയാൻ പറ്റില്ല. എനിക്കതറിയാം. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛൻ മിണ്ടരുത്. ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്റെ മനസ്സ്. ജീവിതത്തിൽ ഈ നിമിഷം വരെ എനിക്കൊരു പരാതിയില്ല അച്ഛനോട്. ഞാൻ മോഹിച്ചതെല്ലാം മോഹിക്കും മുമ്പ് അച്ഛൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നു മാത്രം അച്ഛൻ എനിക്ക് തന്നിട്ടില്ല. ഒരമ്മേ. ഒരായുസ് മുഴുവൻ അച്ഛനു വേണ്ടി കാത്തിരുന്ന ഈ പാവം സ്ത്രീയെ ഞാൻ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കുക, എന്റെ സ്വന്തം അമ്മയായിട്ട്. അച്ഛനതിനെതിരെ നിൽക്കൂ? ടീച്ചർ ഒരിക്കൽ കളിയായിട്ട് അഞ്ജന എന്നോട് പറഞ്ഞു, ഈ അമ്മ അങ്ങ് എടുത്തോളാൻ. ഞാൻ എടുക്കാണ്. ഇനി എന്നോട് നോ എന്ന് പറയരുത് പ്ലീസ്. ടീച്ചർ, അഞ്ജന, എനിക്കൊരു മറുപടി തന്നിട്ട് പോകാൻ പറയും ടീച്ചറോട്. പവി, നീ എന്തിനാ ഇങ്ങനെ ആളുകളെ വിഷമിപ്പിക്കുന്നത്? ചെല്ല്, അവരെ വീട്ടിൽ കൊണ്ടുനാക്ക്. ചെല്ല് മോനെ. ടീച്ചർ, ഒന്നും പറയാതെ ടീച്ചർ പോകുന്നത് എനിക്കറിയാം. ടീച്ചർ എൻ്റെ അച്ഛനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്ത് തെറ്റാ അച്ഛൻ ടീച്ചറോട് ചെയ്തത്? ടീച്ചറിന്റെ വീട്ടുകാരെ തല്ലി ചായച്ച കായലിൽ കൊണ്ടിട്ടിട്ട് മരിക്കാതിരുന്നതോ? അതോ അവര് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് ടീച്ചർ നിന്നു കൊടുക്കുന്ന ഗതികേട് കാണാൻ കരുത്തിലത് നാട് വിട്ടതോ? വലിയ അനുഭവജ്ഞാനം ലോകപരിചയമൊന്നുമില്ലെങ്കിലും ഒന്നെനിക്കറിയാം, ഇതൊക്കെ ആരൊക്കെയോ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാ ടീച്ചറെ. അല്ലെങ്കിൽ പിന്നെ ടീച്ചർ എന്നാ കല്യാണത്തിന് എന്താ വഴങ്ങാതിരുന്നത്? അമ്മ മരിച്ചപ്പോ അച്ഛൻ എന്തിനാ 2 കുരുന്നുകളും കൊണ്ട് ഇവിടെ തന്നെ വന്ന് സെറ്റിൽ ചെയ്തത്? എന്തിനാ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്? ഇതിന് മാത്രം ടീച്ചർ ഉത്തരം പറഞ്ഞാൽ മതി. പോയി പോയിക്കോളൂ, ഞാൻ ടീച്ചറെ അടുത്തോട്ട് ചെല്ലട്ടെ, ഞാൻ വിളിക്കാം.